ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. എന്നാലേ നമ്മളിലേക്ക് യൂണിവേഴ്സ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരുള്ളൂ. ഒത്തിരി പേരുടെ എനർജി ഉണ്ട്. നമുക്ക് നോക്കാം. ഈ റീഡിങ് നിങ്ങൾക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളഞ്ഞോളൂ കേട്ടോ. കാർഡ് ഷഫിൾ ചെയ്യാണ്. ത്രീ ഓഫ് വാൻഡ്സ് ആണ്, റിവേഴ്സ് ആണ്. ക്യൂൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. സൺ, ലവ്, മൂൺ, ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി റിവേഴ്സ് ആണ്. ഇവിടെ ടു വാൻഡ്സ് റിവേഴ്സ് ആണ്. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ത്രീ ഓഫ് വാൻഡ്സ് ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. ഇവിടെ നിങ്ങളിപ്പോൾ വലിയ രീതിയിൽ സ്വപ്നമൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അവർക്കായിട്ട് കണ്ണെടുക്കാതെ എന്ന് പറയില്ലേ, അത്രയേറെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ തന്നെ സ്നേഹിക്കുന്ന നിമിഷത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചുള്ള ചിന്തകൾ എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ താൽക്കാലികമായിട്ട് നിങ്ങൾ ആ ഒരു എനർജിയെ മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചു പോകുന്നത് എന്ന് പറയുന്നു. നിങ്ങളുടെ ആംബിഷനെ ഫോളോ ചെയ്യുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം റൈറ്റ് ഡയറക്ഷനായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒത്തിരി നാളായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു മറുപടിക്കായിട്ട് കാത്തിരുന്നു എന്ന് കാർഡ്സ് പറയുന്നു. ഇവിടെ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം, നിങ്ങളെ തന്നെ സ്നേഹിക്കുകയാണ്, നിങ്ങളുടെ ആംബിഷൻ ഫോളോ ചെയ്യുകയാണ്. നിങ്ങളുടെ സ്വപ്നമെന്ന് പറയുന്നത് ബെറ്റർ ഫ്യൂച്ചറാണ്. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ നിമിഷത്തെ ഇവിടെ കാണിക്കുകയാണ്, അല്ലേ? നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്ന നിമിഷത്തിലാണ് നമുക്ക് തിരിച്ചറിവ് വരുന്നത്, ഒത്തിരി കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. യൂണിവേഴ്സ് പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സെൽഫ് ലവ് പ്ലസ് മെഡിറ്റേഷൻ പ്ലസ് മാനിഫെസ്റ്റ് എന്നാണ്. സ്വയം സ്നേഹിക്കുക, മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. അതിനുശേഷം എന്താണ്, ആഗ്രഹങ്ങൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. പിന്നെ എല്ലാം തിരിച്ച് നമ്മളിലേക്ക് വരും. അവിടെയാണ് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എനർജീസിന് നമ്മളിലേക്കൊരു അട്രാക്ഷൻ തോന്നുന്നത്. ആ ഒരു നിമിഷമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലെ ചേഞ്ചസ് എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന നിമിഷത്തിലേക്കാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ കണ്ടോ, ക്യൂൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. നിങ്ങളുടെ എനർജി തന്നെയാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആദ്യത്തെ കാർഡിൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് അവരോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവരോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇവിടെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണ്, അല്ലേ? ഇവിടെ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള നിമിഷത്തിൽ, അവരുമായിട്ടുള്ള പാസ്റ്റ് എനർജിയിൽ വളരെ സെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. അവരുടെ എനർജിയാൽ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു. അതെങ്ങനെയാണ് അവരുടെ എനർജിയാൽ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുക? ചിലപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് ഇന്ന് നിങ്ങൾ അറിയാതെ തന്നെ സങ്കടം വരുന്നുണ്ടാവാം, അല്ലേ?
എന്തെന്നറിയില്ല, ഇന്ന് വളരെയേറെ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു, സങ്കടം വരുന്നു, പെട്ടെന്ന് കരഞ്ഞങ്ങോട്ട് പോവാണ്. അതെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അവർ നിങ്ങളെ ഓർത്തെടുക്കുന്നതുകൊണ്ടാണ്. അവർ ചെയ്ത തെറ്റുകളൊക്കെ അവരുടെ മനസ്സിലൂടെ വരുന്നുണ്ടാവാം. അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകളില്ലേ, അതൊക്കെ അവർ മനസ്സിലൂടെ വരുന്നുണ്ടാവാം. അവരുടെ ഇമോഷൻസാണ് നിങ്ങളിലേക്ക് പ്രകടമാകുന്നത്. നിങ്ങൾ ഒട്ടും അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല, എങ്കിൽ കൂടിയും നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്. അത് അവരുടെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ പ്രവൃത്തിയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളിലുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. ആ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, നിങ്ങളുടെ ഇമോഷനെ ഹൈഡ് ചെയ്യുന്നത്, മറച്ചു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം സെൽഫ് ലവ് ആണ്, മെഡിറ്റേഷനാണ്. മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷനാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സ്വപ്നം സ്വന്തമാക്കാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങളിലേക്ക് സൺ കാർഡാണ് പറയുന്നത് സക്സസ് എന്നാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് എത്തുന്നു. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് സൺ കാർഡ് പറയുന്നത്. മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് സൺ കാർഡ് എന്ന് പറയുന്നത്. അത്രയും പോസിറ്റീവായിട്ടുള്ള റീഡിങ്ങിനെ സൺ കാർഡ് വരുള്ളൂ. ഇവിടെ നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെ, നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഈ റീഡിങ് കാണുന്ന നിമിഷം ഒത്തിരി പേര് അവരുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം സാധിക്കുമോ എന്നാണ്. സാധിക്കും. നിങ്ങളുടെ മനസ്സിലൂടെ ഈ റീഡിങ് കാണുന്ന നിമിഷം എന്താണോ പോകുന്നത്, ആ കാര്യങ്ങൾ സാധിക്കുമെന്ന് തന്നെയാണ് സൺ കാർഡ് പറയുന്നത്. യെസ് എന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? യെസ്. നിങ്ങളുടെ കരിയറാണോ? യെസ്. നിങ്ങളുടെ എഡ്യൂക്കേഷനാണോ? യെസ്. ഇനി നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം യെസ് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തോടൊപ്പം നിങ്ങളിലേക്ക് വരുന്ന ഒരു പോസിറ്റീവ് എനർജിയെയും കാണിക്കുന്നുണ്ട്. റീഡിങ് കാണുന്ന നിമിഷം മുതൽ നിങ്ങളിലേക്ക് വരുന്ന മാറ്റത്തെ യൂണിവേഴ്സ് കാണിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ്. അത്രയേറെ പോസിറ്റിവിറ്റിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത്രയേറെ പ്രകാശവലയങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത്. ലവേഴ്സ് കാർഡ്. റിലേഷൻഷിപ്പ് റീഡിങ് കാണുന്ന വ്യൂവേഴ്സിന് യൂണിവേഴ്സ് തരുന്നത് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ്. നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിലൊരു ചോയ്സ് മാത്രമായിരുന്ന അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ മാത്രമായിരുന്ന നിങ്ങൾ ഇന്ന് അവരുടെ ലൈഫിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അവർ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ഓർത്തെടുക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷനുള്ള സാധ്യതയും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങൾക്കുള്ള റീഡിംഗ് തന്നെയാണ്, നിങ്ങൾക്കുള്ള എനർജി തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് അൺകണ്ടീഷണൽ ലവ് ആണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് എവിടെയും എന്തായി പോവില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇന്ന് സെൽഫ് ലവ് ചെയ്യുന്ന ഒരു നിമിഷം മുതൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമാവുകയാണ്. പേഴ്സൻ്റെ തിരിച്ചുവരവ് നിങ്ങളിലേക്ക് തന്നെയാണ്. മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ മൂൺ കാർഡ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ള എനർജികൾ അവരിൽ ഉണ്ടായിരുന്നു. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ മൂലമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്. നിങ്ങൾ മൂൺ അഫർമേഷൻ ചെയ്യുന്നുണ്ട്. അതിവിടെ കാർഡ്സ് പറയുന്നു. നിങ്ങൾ മൂൺ അഫർമേഷൻ ചെയ്യുമ്പോൾ, ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണിന് സംഭവിക്കുന്ന മാറ്റത്തെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. ഇന്ന് മറ്റുള്ള വ്യക്തികളുടെ വാക്കിനല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അവർ നിങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്, ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഇന്ന് അവർ അവരെ തന്നെ വിശ്വസിച്ചുകൊണ്ട്, അവരെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവർ കാണുന്ന നേരായ വഴിയിൽ അവർ മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അത് നിങ്ങളാണ്. നിങ്ങളെന്ന വ്യക്തിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുമ്പോൾ ഹൈ പ്രീസ്റ്റസ് ആണ്, റിവേഴ്സ് ആണ്. എങ്ങനെയാണ് ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് വരിക? ഏതൊരു എനർജി വരുമ്പോഴാണ് ഹൈ പ്രീസ്റ്റസ് കാർഡ് റിവേഴ്സ് വരിക? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് രഹസ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്?
ഞാൻ നിന്നിൽ നിന്നും മാറിപ്പോയിട്ടുള്ളത്. ഇവിടെ ഞാൻ ഗോസിപ്പിനെ ഭയന്നിരുന്നു, സമൂഹത്തെ ഭയന്നിരുന്നു. നമ്മൾക്കിടയിലുള്ള ബന്ധം, ആ ഒരു ബന്ധത്തിൻ്റെ തീവ്രത എനിക്കറിയാം. നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഗോസിപ്പിനെ ഭയന്നിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ്. മറ്റുള്ള വ്യക്തികളുടെ ഹിഡൻ അജണ്ടയാണ് ഇന്ന് നിങ്ങളും അവരും സെപ്പറേഷനിലാവാനായിട്ട് കാരണമെന്ന് അവർ തിരിച്ചറിയാണ്. അവർ ഭയപ്പെട്ടിരുന്നത് അവരുടെ കഴിവിൽ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഒരു തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് കഴിവില്ലായിരുന്നു. നിങ്ങളുടെ ലൈഫിൻ്റെ കുറിച്ച് ഒരു തീരുമാനമെടുക്കാനായിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ പറയുമ്പോൾ ഒരു തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായില്ല. അവരിന്ന് തിരിച്ചറിയുന്നത് അവരിലെ കഴിവ് കുറവിനെയാണ്. അവർ വളരെയേറെ ഇന്ന് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നർ വോയിസിനെയാണ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം അവർക്കുള്ളിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, നിന്റെ പേഴ്സൺ നിന്നെ എത്ര കണ്ട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് നീ തിരിച്ചറിയണം. ഈ ലൈഫ് എൻഡ് വരെ നിന്റെ കൂടെ ഉണ്ടാകാൻ പോകുന്ന ഒരു വ്യക്തി നിന്റെ പേഴ്സൺ മാത്രമാണ്. അവരെ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നീ ആരെയാണ് ട്രസ്റ്റ് ചെയ്യുക? മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നീ തിരിച്ചറിയുക എന്ന് യൂണിവേഴ്സ് അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരുവാനായിട്ട് ഒരുങ്ങുന്നതും. ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് പ്രപഞ്ചശക്തിയായിട്ട് തന്നെ അവരിലേക്ക് എത്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. ഗോസിപ്പിന് തന്നെയാണ്, മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇന്ന് സെപ്പറേഷൻ വരാൻ കാരണമെന്ന് ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് വന്നതിലൂടെ പറയാണ്. ഇവിടെ 2 of Wands റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് നിങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്റ്റിലെ എനർജിയിൽ സ്റ്റക്ക്ഡാണ്. നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അത്രയും ആത്മാർത്ഥമായിട്ടാണോ തിരിച്ചു വരുന്നത്? ഇനി അവർ തിരിച്ചു പോകുമോ? നിങ്ങളെ ഉപേക്ഷിക്കുമോ എന്നുള്ള ഭയം ഇവിടെ ഉണ്ട് എന്ന് കാർഡ്സ് പറയുന്നു. ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങളത് കാണുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ കോളോ മെസ്സേജോ വന്നു കഴിഞ്ഞു. അവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത്. കാരണം ഈ ഒരു ലൈഫിൽ അവർ ഇനി മടങ്ങിപ്പോവാൻ പാടില്ല. പൂർണ്ണമായിട്ടും എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നിൽ തന്നെ ആവണം. പ്രപഞ്ചത്തോട് നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ, വിശ്വസിക്കാമോ എന്ന്. അങ്ങനെ ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഭയക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്യൂരിറ്റിയിൽ തന്നെയാണ്. നമ്മൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ സ്നേഹിച്ചിരുന്ന നിമിഷത്തിൽ നിങ്ങൾ അവരെ അത്ര കണ്ട് ട്രസ്റ്റ് ചെയ്തിരുന്നു. പെട്ടെന്ന് സുപ്രഭാതത്തിൽ നിങ്ങളിൽ നിന്ന് അവർ മാറിപ്പോയിട്ടുള്ള എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സെക്യൂരിറ്റി തന്നെ അവിടെ നഷ്ടമായി പോയി എന്ന് നിങ്ങൾക്കറിയാം. ഇനി തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ അത് ആത്മാർത്ഥമുള്ളതായിട്ടാണോ, ഇനി എന്നിൽ നിന്ന് പോവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഭയക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അത് ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹത്തോടു കൂടിയാണ്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ ഈ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് ഇവിടെ മാറ്റം വന്നിട്ടുള്ളത്. അവർ അവരുടെ തെറ്റ് തിരുത്താനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയാണ് ജീവിതം. തീരുമാനമെന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെയാണ്. അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയും. എന്തുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നത്, ഏതൊക്കെ വ്യക്തികളാണ് നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിച്ചത് നോക്കാം. ഫസ്റ്റ് ബ്ലാഷ്, റാംബ്ലിംഗ് റോസ്, entering bonds, calmer waters, harmony, timeless elegance, സ്വീറ്റ് ഹോംസ്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നമ്മൾ ഓറക്കിൾ ഡെക്കിലൂടെ നോക്കുന്നത്. ഓക്കെ,
ഫസ്റ്റ് ബ്ലഷ്, സോഫ്റ്റ് വിസ്പേഴ്സ് ഓഫ് അഫെക്ഷൻ മേക്ക് ലവ് ബ്ലൂംസ്. സ്നേഹത്തിൻ്റെ മൃദുലമായ മന്ത്രിപ്പുകൾ പ്രണയത്തെ പൂവണിക്കുന്നെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് കാർഡ്സ് പറയുന്നു. നിങ്ങളുടെ എനർജി ജെന്റിൽ, റൊമാൻസ്, ടെൻഡർ. സൗമ്യതയാണ് ആവശ്യം. റൊമാൻസ്, പ്രണയം നടക്കുന്നുണ്ട്. തിരിച്ചുവരവ് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഗ്രോവിങ് അപ്പാർട്ട് ഓർ ഗെറ്റിംഗ് സം സ്പേസ് ടു തിങ്ക്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് അകന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട് കുറച്ചും കൂടി സമയം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അല്ലേ? വാക്കുകളിലൂടെ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. നിങ്ങൾ അവരോട് പറയുന്നൊരു കാര്യത്തെയാണ് ഇവിടെ യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിക്കുന്നത്. ഇവോൾവിങ് ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ നിങ്ങൾ ഒരു പരിണാമത്തിൻ്റെ വക്കിലാണ്. നിങ്ങൾ കുറച്ചും കൂടി പുറം ലോകം കാണാൻ ശ്രമിക്കുകയാണ് അല്ലേ? നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാണ്. കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിവിലേക്ക് എത്തിയെന്നാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളെ തന്നെ നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷത്തിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, സെൽഫ് ലവ് അല്ലേ? അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻറ്ററിങ് ബോൺഡ്സ്, പുട്ട് യുവർ ഫാമിലി ഫസ്റ്റ് ആൻഡ് സ്പെൻഡ് ടൈം ടുഗദർ. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതേ, നിങ്ങളുടെ ഫാമിലിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനാണ്. നിങ്ങൾ പ്രണയത്തിലാകുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഫാമിലിയെ കാണുന്നില്ല, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളെ കാണുന്നില്ല. അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, ഡിയർ പ്രയോറിറ്റീസ് മൈൻഡ്ഫുൾ. അപ്പോൾ ഫാമിലിയെ കാണുക, നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളെ കാണുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. മുൻഗണന കൊടുക്കേണ്ടവർക്ക് മുൻഗണന കൊടുക്കണമെന്ന് പറയുന്നു. മാതാപിതാക്കൾ ഉണ്ടാവാം, നിങ്ങളുടെ സഹോദരങ്ങൾ ഉണ്ടാവാം. അവരെ കാണാൻ, അവരോടൊപ്പം സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനായിട്ട് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. ഇതിനേക്കാളും കൂടുതൽ എന്താണ് പറയേണ്ടത്? അപ്പം നിങ്ങൾ വളരെയേറെ ചിന്തിക്കുന്ന സമയത്ത്, ആകുലപ്പെടുന്ന സമയത്ത് അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. അവർ നിങ്ങളെ നല്ലതുപോലെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ചലനവും അവർ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് കാണണം കേട്ടോ. നിങ്ങൾ പ്രണയത്തിലാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ചിന്തകൾ എങ്ങനെ വരുമ്പോഴേ ഫാമിലിയെ കാണുന്നില്ല. അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട്. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. കാമസ് വാട്ടേഴ്സ്, ഗെറ്റിംഗ് റിഡ് ഓഫ് അപ്ഹെവൽസ് ആൻഡ് ലീവിങ് ദി ഡ്രാമ ബിഹൈൻഡ്. അസ്വസ്ഥമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടുക, അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. അതൊരു നാടകീയമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ചെറിയ രീതിയിൽ അഭിനയിക്കുന്നുണ്ടാവാം അല്ലേ? മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ അത്രയേറെ പ്രശ്നത്തിൽ പോകാമെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ടാവില്ല. അവരുടെ മുന്നിലൊക്കെ ചിരിച്ചു കളിച്ച് നിൽക്കുന്നുണ്ടാവാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മാത്രമാണ് ഒതുങ്ങുന്നത് അല്ലേ? ഇവിടെ ക്വൈറ്റ് ടൈംസ് ഫ്ലോവിങ് എന്നാണ് കാണിക്കുന്നത്. ഒഴുകുന്ന അല്ലെങ്കിൽ നിശബ്ദമായിട്ടുള്ളൊരു സമയം, അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ മാത്രമായിട്ടുള്ള നിമിഷത്തിൽ നിങ്ങൾ വളരെയേറെ ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിൽ കിട്ടുന്നില്ല. അതാണ് ഒഴുകുന്ന എന്ന് പറയുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നാടകീയമായിട്ട് അഭിനയിക്കുകയാണ്. ജീവിതത്തെ അഭിനയിച്ച് തകർക്കുകയാണ്. നിങ്ങൾ ഹാപ്പിയാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നുണ്ടാവാം. ഹാർമണി എന്താണ് ഇതിനേക്കാളും കൂടുതൽ പറയാനുള്ളത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. ബീയിങ് ഇൻ ട്യൂൺ വിത്ത് ഈച്ച് അതർ ആൻഡ് ഗെറ്റിംഗ് എലോങ്. പരസ്പരം ഇണങ്ങി ജീവിക്കാൻ, മനസ്സിലാക്കി ജീവിക്കാൻ പറയുകയാണ്. ഗുഡ് റെപ്പോർട്ട്സ്, ഈസി ഗോയിങ്. നല്ലൊരു ബന്ധമായിട്ട് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. എളുപ്പത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കപ്പെടുന്ന ഒരു ബന്ധമായിട്ട് പറയുകയാണ് അല്ലേ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേ സെൻസോട് കൂടിയിട്ട് എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്ന ഒരു നിമിഷത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇനി മുതൽ പറയാൻ ശ്രമിക്കുക. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ വേണം. അങ്ങനെയെങ്കിൽ ഹാർമണി തന്നെയാണ്. സ്മൂത്തായിട്ട് ലൈഫ് പോകും. ഓക്കെ, ടൈംലെസ് എലഗൻസ്. യു ആർ ഓൾവേസ് ബ്യൂട്ടിഫുൾ ടു സം വൺസ് ഹൂ ലവ്സ് യു. നിങ്ങളെ പ്രണയിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നല്ല സുന്ദരമായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ.
അവരുടെ മനസ്സിൽ അത്രയേറെ സൗന്ദര്യം നിങ്ങൾക്കുണ്ട് എന്ന് പറയുകയാണ്. കോൺഫിഡൻറ്റ്, റിയൽ, സ്റ്റാൻഡേർഡ്. അപ്പോൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. തിരിച്ചുവരവിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്റ്റാൻഡേർഡായിട്ട് പോകുന്നൊരു കാര്യമാണ്. ഓക്കെ. സ്വീറ്റ് ഹോംസ്. എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ ആവശ്യം? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ എന്താണ് ഇവിടെ ആവശ്യമെന്ന് യൂണിവേഴ്സ് പറയുന്നത്? മേക്കിംഗ് എ ഗുഡ് ഹോം ലൈഫ് ഓർ സെറ്റിലിംഗ് ഡൗൺ. നല്ലൊരു കുടുംബജീവിതം നയിക്കുക, അല്ലെങ്കിൽ മാറി താമസിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരി പേരിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജീസ് തന്നെയാണ്. ഫാമിലി മെമ്പേഴ്സ് ആവാം, നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളാവാം. അവരുടെ ഇടപെടൽ തന്നെയാണ് ഈ ഒരു സെപ്പറേഷന് കാരണം, പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ അവരിൽ നിന്നും ഒരു കയ്യകലം, മാറി താമസിക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള നെഗറ്റീവ് എനർജീസിൽ നിന്ന് മാറി താമസിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. മാരേജ്, ലാസ്റ്റിംഗ് ലവ്. അപ്പോൾ നീണ്ടു നിൽക്കുന്നൊരു ബന്ധം തന്നെയാണ്, മാരേജിലേക്ക് എത്തുന്നൊരു ബന്ധമാണ്, ഇവിടെ നിലനിൽക്കുന്നൊരു ബന്ധമാണ്. ഇതിനേക്കാളും കൂടുതൽ എന്താ പറയേണ്ടത്? ഓക്കെ. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മാത്രം ചിന്തകളാണ്. ചിന്തിച്ചിരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ പ്രവർത്തിക്കുക കൂടി വേണം. അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ. എന്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ള ആൻസർ എങ്കിൽ അതൊക്കെ ചോദിച്ചോളൂ. ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരും എന്തൊക്കെ ചോദിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ വരും. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെയാണ് ലൈഫ്. ഓക്കെ. രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ് ടു നെക്സ്റ്റ് ജൂലൈ, ഇൻ 23 days. On 9/18/27 of this month or next, take your brother or brother-like person help. ഇപ്പോൾ സഹോദരനോ സഹോദര തുല്യനായിട്ടുള്ള പേഴ്സണോ നിങ്ങളെ സഹായിക്കുന്നതായിട്ടൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ റീഡിങ് കാണുന്നത് ആ ഒരു കാര്യത്തിൽ. പിന്നെ സാധ്യമായൊരു ഡേയ്സാണ് കാണിക്കുന്നത്, 23 ദിവസം എന്ന് പറയുന്നത്. ഇവിടെ ജൂലൈ വരെ കാത്തിരിക്കണം. അപ്പോൾ തേർഡ് പേഴ്സൺ ഉണ്ട്, തേർഡ് പാർട്ടീസ് ഉണ്ട്, ഗോസിപ്പിനെ ഭയക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്, ഹാർമണിയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള വ്യക്തികൾ ആരാണോ അവരിൽ നിന്നും മാറി താമസിക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിനെ കാണുക. ഇത്രയും നാളും ഏതൊക്കെ എനർജിയാണോ ആ എനർജിക്ക് വേണ്ടി ജീവിച്ചില്ലേ, ഇനി നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കാണാം, മുന്നോട്ട് പോവുക. ഓക്കെ. ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.